ട്രെയിലർ കണ്ടപ്പോൾ ഒട്ടും വിചാരിച്ചില്ല ഇത്രയ്ക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേഷൻ സീരീസ് ആയിരിക്കും എന്നുള്ള കാര്യം. ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ ത്രില്ലർ ആനിമേറ്റഡ് സീരീസ് ആണ് ബ്ലൂ ഐ സാമുറായ് എന്ന് പറയുന്നത്. ഈ ഒരു സീരീസിന്റെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എല്ലാം ഇതിന്റെ മേക്കിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും ആനിമേഷൻ ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി എന്നാണ് എനിക്ക് പറയാം. സോ ഈ ആനിമേറ്റഡ് സീരീസിന്റെ സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ ഒരു പീരിയഡ് ബേസ്ഡ് സ്റ്റോറിയാണ്. ഒരു 17th സെഞ്ചുറിയിലുള്ള മിസു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. സോ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഹാഫ് ജപ്പാനീസ് ഹാഫ് യൂറോപ്യൻ ആണ്. കാരണം ജപ്പാനിൽ ആ ഒരു ടൈമിൽ ഫോറിൻ ഇൻവേഷൻസ് ഉണ്ടായിരുന്നു, ഫോറിൻ ആൾക്കാരൊക്കെ അവിടുന്ന് പുറത്താക്കിയിട്ടുള്ള. പക്ഷെ എല്ലാവരും പോയപ്പോഴും ഇല്ലീഗലി കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ഈ മിസു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അമ്മയെ റേപ്പ് ചെയ്തിട്ടാണ് മിസു ജനിക്കുന്നത്. സോ അതിന്റെ റിവെഞ്ചിന് വേണ്ടിയിട്ടാണ് മിസു ഇറങ്ങിത്തിരിക്കുന്നത്. സോ ഇത്രയാണ് സ്റ്റോറി. ബേസിക്കലി ഇത്രയുള്ള ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. പക്ഷെ മുന്നോട്ട് പോകും തോറും ഈ ഒരു ക്യാരക്ടറിന്റെ ജേണിയും അല്ലെങ്കിൽ ഓരോ കാര്യം പറഞ്ഞു ഇങ്ങനെ എക്സ്പാൻഡ് ആയി ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡും കാര്യങ്ങളൊക്കെ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ക്യാരക്ടറിന്റെ മോട്ടീവ് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ള റിവെഞ്ച് ആണ്. ആ ഒരു മോട്ടീവിന് വേണ്ടി മുന്നോട്ട് പോകും തോറും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നതും അല്ലെങ്കിൽ ആ ക്യാരക്ടർ ബിൽഡ് ആയാലും ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും എല്ലാം എക്സ്പാൻഡ് ആവുന്നതും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതും ആ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു റിവെഞ്ച് സ്റ്റോറി ആണെങ്കിലും അതിന്റെ ഓരോ സീക്വൻസും അല്ലെങ്കിൽ ആ എൻഡിങ് പോർഷൻ പോലും അത്ര പൊളിയാണ്. ആ ഒരു സ്റ്റോറി എൻഡിങ് എന്നൊക്കെ പറയുന്നത് കിടിലമായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു സീസൺ 2 വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ഒരു കിടിലം എൻഡിങ് തന്നെ ഈ ഒരു സീരീസിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഐറ്റം അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറിയും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ഒക്കെ ആ ഒരു ആനിമേഷനിൽ തന്നെ കാണണം. കാരണം ആ ഒരു ആനിമേഷനിൽ നിങ്ങൾ ആ ഒരു സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലും ആ ഒരു എക്സ്പീരിയൻസും കിട്ടും. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിന്റെ ആനിമേഷൻ ആണ്. കാരണം ഒരു റിവെഞ്ച് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് മേജറായിട്ട് വരുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ആനിമേറ്റ് സീരീസിന് അതിന് വേണ്ടി കാണാം. കാരണം അത്ര കിടിലൻ ആക്ഷൻ സീക്വൻസ് ആണ്. ഈ ഒരു സാമുറായ് ടെക്നിക്ക് അല്ലെങ്കിൽ സോർട്ട് ടെക്നിക്ക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഒരുപാട് സീനിൽ വരുന്നുണ്ട്. ചില സീക്വൻസ് ഒക്കെ ആ ഒരു മ്യൂസിക്കായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മളൊരു ആക്ഷൻ മൂവിയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ലേ, അതേ ഐറ്റമാണ് ഈ ഒരു ആനിമേറ്റഡ് സീരീസിൽ നമുക്ക് കിട്ടുന്നത്. ആ ഒരു എൻ്റയർ പ്രസന്റേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഒരിക്കലും മിസ് ചെയ്തത് കിടിലം ആനിമേറ്റഡ് സീരീസ് ആണ്. ഞാൻ ആ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഒരു പീരിയഡ് ബേസിക് സ്റ്റോറിയാണ്. സോ ആ ഒരു ഷോർട്ട് ഫൈറ്റും കാര്യങ്ങളും ആ ഒരു സാമുറായ് സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഒരു സീരീസിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സീസൺ 2 വേണ്ടി അമ്മാതിരി ഒരു വെയിറ്റിംഗ് തരുന്ന ഐറ്റമാണ് ഫൈനൽ എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു ആനിമേറ്റഡ് സീരീസ് ആണ്, കാർട്ടൂൺ ആണെന്നൊക്കെ പറഞ്ഞ് കാണാതിരിക്കരുത്. കാരണം ഇത് വൺ ഓഫ് ദ കിടിലം എക്സ്പീരിയൻസ് തന്നെ തരും. ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.